നമുക്ക് നേരെ കോഴിക്കോടേക്ക് പോകാം. അവിടെ മഴ കനത്തതോടെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ രോഗികൾ ദുരിതത്തിലായി എന്നുള്ള വാർത്തയിലേക്കാണ് പോകുന്നത്. കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്നതിനാൽ ശസ്ത്രക്രിയാ വാർഡുകളിൽ വരെ വെള്ളക്കെട്ടാണ്. മലിനജലം കെട്ടിക്കിടക്കുന്നത് കാരണം സാംക്രമിക രോഗങ്ങൾ പിടിപെടുമോ എന്ന ആശങ്കയിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും. അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, പറയൂ. രോഹിണി, സാധാരണ നമ്മൾ ആശുപത്രിയിൽ പോകുന്നത് രോഗം മാറാനാണ്. പക്ഷേ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് ഒരു രോഗവുമായി നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മറ്റ് രോഗം നമുക്ക് പിടിപെടാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഈ മഴ, തുടരുന്ന മഴയിൽ ആശുപത്രി പരിസരത്തും ആശുപത്രിക്ക് അകത്ത്, കെട്ടിടത്തിനകത്ത് പോലും വലിയ രീതിയിൽ ചോർച്ചയുണ്ട്. കെട്ടിടത്തിനകത്ത് പല വാർഡുകൾക്കുള്ളിലേക്കും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം പോലും ഈ ബീച്ച് ആശുപത്രിയിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. മാത്രമല്ല, എല്ലാ സമയത്തും നമ്മൾ പറയുന്നതാണ്, നിരന്തരം പരാധീനതകൾക്ക് നടുവിലാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രി മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ശക്തമായ മഴയിൽ ആശുപത്രി പരിസരത്തും ആശുപത്രിക്ക് മുൻവശത്തും ആശുപത്രി കെട്ടിടം നിൽക്കുന്നത് തന്നെ മുഴുവൻ വെള്ളക്കെട്ടിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇതൊരു ആശുപത്രിയാണ്. ആശുപത്രിയിലെ ആ പരിസരത്തുള്ള ഓട നിറഞ്ഞ് ആ വെള്ളം ചവിട്ടി ആശുപത്രിയിലേക്ക് രോഗികൾക്ക് പോകേണ്ട ഒരു അവസ്ഥ പോലും അവിടെയുണ്ട്. തങ്ങൾ എന്ത് ചെയ്യണം, തങ്ങൾ ആരോട് പരാതി പറയണം എന്നാണ് ആശുപത്രിയിൽ എത്തുന്ന രോഗികളും രോഗികളുടെ കൂടെയുള്ള കൂട്ടിരിപ്പുകാരും ഒക്കെ തന്നെ ചോദിക്കുന്നത്. എന്താണ് ഇതിനൊരു പ്രതിവിധി എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം എല്ലാ കാലത്തും ഈ ഒരു മഴക്കാലത്തെ മാത്രം ദുരിതമല്ല, കോഴിക്കോട് ബീച്ച് ആശുപത്രിയെ സംബന്ധിച്ച് എല്ലാ മഴക്കാലത്തും എല്ലാ സമയത്തും ഈ അനുഭവം അവർക്ക് ഉണ്ട്. കാരണം ചെറിയൊരു മഴ തുടർന്നാൽ പോലും ആശുപത്രി പരിസരത്ത് വലിയ രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ പലതവണ കോഴിക്കോട് കോർപ്പറേഷൻ ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കോർപ്പറേഷൻ ഒരു രീതിയിലുള്ള നടപടിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല എന്നതാണ് വാസ്തവം. മറ്റൊന്ന്, ആശുപത്രി അധികൃതരോടും ഈ വിഷയം ചൂണ്ടിക്കാണിക്കാറുണ്ട്. രോഗികൾ തന്നെ തങ്ങളുടെ അവസ്ഥ ദൃശ്യം സഹിതം ആശുപത്രിയിലെ അധികൃതർക്കും ആരോഗ്യരംഗത്തെ ഉയർന്നവർക്കിലേക്കും ഒക്കെ തന്നെ ഈ വിഷയം എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ തന്നെ മൗനം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്തായാലും ദുരിതപ്പെയ്ത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇനിയും ഇതിലും ശക്തമായ മഴ ഈ സാഹചര്യത്തിൽ തുടർന്നാൽ ഇനി കാലവർഷം അത് ശക്തി പ്രാപിക്കാൻ പോവുകയാണ്. ആ സമയത്ത് എങ്ങനെയായിരിക്കും ആശുപത്രിയിൽ എത്തുക, അല്ലെങ്കിൽ ആശുപത്രിക്കുള്ളിൽ വാർഡിൽ കഴിയുന്ന രോഗികളുടെ അവസ്ഥ പരിതാപകരമായിരിക്കും. പൊതുവെ രോഗബാധിതരായി എല്ലാ സങ്കടങ്ങളും പേറിയാണ് ആശുപത്രിയിലേക്ക് ആളുകൾ എത്തുന്നത്. അവിടെ എത്തുന്ന സമയത്ത് അവിടെ നിന്ന് അസുഖം പിടിപെടുമോ എന്നൊരു ആശങ്കയിലൂടെ കടന്നു പോവുകയാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ. രോഹിണി, അതെ, ശരി അനഘ. എന്തായാലും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഈ മഴ കനത്തതോടെ കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗൗരവ സ്വഭാവമുള്ളതാണ്. ശസ്ത്രക്രിയാ വാർഡുകളിൽ വരെ വെള്ളക്കെട്ടാണ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ദുരിതം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അനഘ ഹർഷനാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.